ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ 3rd ആൻഡ് 4th സ്റ്റേജ് കഴിഞ്ഞു. എനിക്ക് ആക്ച്വലി 4th സ്റ്റേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വൈകി ഒന്ന് സെറ്റായി ഇരുന്നിട്ട് വേണമല്ലോ വീഡിയോ ചെയ്യാൻ. നല്ല മഴയായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കണ്ടു കാണും. 3rd ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. ഏത് പേപ്പറിലാണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, ഒന്നിരുന്ന് ചിന്തിക്കേണ്ട കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ടുഗദർ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ 10th പ്രിലിംസിന് നിങ്ങളോട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഹോട്ട് ടോപ്പിക്സിൽ നിന്നൊക്കെ എല്ലാ പറയുന്ന സ്റ്റേജസിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മെയിൻസിനും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഇനി അടുത്ത സ്റ്റേജ് എഴുതുന്നവരാണെങ്കിലും കൂടുതൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇതുവരെ നടന്ന പേപ്പേഴ്സ് കൃത്യമായിട്ട് നോക്കുക. ആ പേപ്പേഴ്സ് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള അസോസിയേറ്റഡ് ഫാക്ട്സ് അതാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഒബ്വിയസ് ആണത്. എനിക്ക് കിട്ടിയ മാർക്സ് ഒക്കെ എത്രയാണെന്ന് പറയാം കേട്ടോ. അതിന് മുൻപ് നമ്മൾ ഈ ഇപ്പോൾ 10th പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മെയിൻസ് ലെവലിലേക്കുള്ള പ്രിപ്പറേഷൻ ഒബ്വിയസ്ലി ഒരു കോൺഫിഡൻസിൽ ഇരിക്കുന്നവർക്ക് ഉടനെ എന്താണ് റിസൾട്ട് വരണ്ട അതിന് മുമ്പ് അറിയാമെന്നുള്ളവർ തീർച്ചയായിട്ടും അതിൻ്റെ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങും. അപ്പോൾ ആ ഒരു ലെവൽ നന്നായിട്ട് പഠിക്കുക. വളരെയധികം സാധ്യതയുള്ളതാണത്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനെ ബേസിക്കലി നമ്മളുടെ എന്താണ് ഇപ്പോൾ LGSന് വേണ്ടി ഞാൻ തുടങ്ങിയ SCRT ക്ലാസ് 5 തൊട്ട് 10 വരെയുള്ള SCRT ക്ലാസ്, അതിനോട് അസോസിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കറണ്ട് അഫെയർ ക്യാപ്സ്യൂൾ നോട്ട്, നമ്മുടെ ടെസ്റ്റ് സീരീസ്, ഇതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതായത് അത്യാവശ്യം നമ്മളൊന്ന് ഈ പറയുന്ന ഒരു അപ്രോച്ചിൽ നോക്കിയാൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെ നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മെയിൻസ് കണക്കാക്കി നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ SCRT ക്ലാസ് വിത്ത് കറണ്ട് അഫെയർ നോട്ട്സ് വിത്ത് ടെസ്റ്റ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായി വൃന്ദാവൻ പി എസ് സി വേൾഡ് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഇനി ഇതിന് ശേഷം നിങ്ങൾക്കറിയാം സെപ്റ്റംബർ തൊട്ട് നമ്മുടെ VFA സ്റ്റാർട്ട് ചെയ്യാണ് എക്സാം. അപ്പോൾ ഈ VFA കണക്കാക്കിയും ഞാൻ ആ ഒരു VFA എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം സബ്ജക്ട്സ് ഉണ്ട്. അതിൻ്റെ എല്ലാ ഏരിയാസും നമുക്ക് ഒരു ക്ലാസ് പോലെ എടുത്ത് തീർക്കാനുള്ള ടൈം ഇല്ല. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു അപ്രോച്ച് ഇതേ മാനറിൽ നമ്മൾ കംപ്ലീറ്റ് 5 to 10 SCRT എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. ഒപ്പം ഡെയിലി ഒരു 30 or 40 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് കറണ്ട് അഫെയർ ക്യാപ്സ്യൂൾ നോട്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആകുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനത്തെ ഒരു അപ്രോച്ചിലാണ് VFA നോക്കി കാണുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പരിശീലിക്കണം. കാരണം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയൊക്കെ ഒരു ചോദ്യം വരാം, നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഇത്രയും ഒരു VFAയുടെ ആ ഒരു എക്സാമിന് ടൈം മുൻപ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ അത്രത്തോളം ഏരിയാസ് നമുക്ക് സിലബസ് വൈസ് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിലും സെലക്റ്റീവ് ആയിട്ട് എടുത്ത് വേണമെങ്കിൽ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാം. സോ അത് അത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. വൈ ഞാനിത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാരണമുള്ളൂ, എനിക്ക് മാർക്സ് നല്ലവണ്ണം ഇമ്പ്രൂവ് ആകാൻ കാരണമായത് ഈ പറയുന്ന പ്രാക്ടീസ് സെഷനുകളാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് നല്ല രീതിയിലൊരു എന്താണ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായത്. ഓക്കെ, സോ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഞാനിത് പറയുന്നത്. ഒപ്പം SCRT പിക്ക് ചെയ്ത് തന്നെ പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം SCRT ഇൻ ടെക്സ്റ്റ് അത് തന്നെ ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, പക്ഷെ ഞാൻ SCRT ക്ലാസ് എടുക്കുമ്പോൾ വെറുതെ SCRTയിലുള്ള കാര്യം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ടത് കുറച്ചും കൂടെ ഇൻഡെപ്ത് ലെവലിലാണ് VFA എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിലിപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിന്റെ പാർട്ട് 1, പാർട്ട് 2 ടെക്സ്റ്റ് കുറേയധികം കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്കണോമിക്സ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ മോണിറ്ററി പോളിസി RBIയുടെ പഠിക്കാനുണ്ട്. പക്ഷേ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് എന്നിട്ട് ഒരു 2-3 വാക്ക് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്, എന്താണ് ക്വാളിറ്റേറ്റീവ് ടൂൾസ്, ആൻഡ് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു ക്വാണ്ടിറ്റേറ്റീവിൽ വരിക, ക്വാളിറ്റേറ്റീവിൽ വരിക, ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ഓഫ് ദം എന്നുള്ളത്, ഏതൊക്കെ സമയത്താണ് RBI ഇത് അപ്ലൈ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു പഠിക്കണം. അപ്പോൾ അറിഞ്ഞ് നമ്മൾ പഠിച്ചാലേ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഞാൻ പറഞ്ഞ വിത്ത് എക്സ്ട്രാ ഫാക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ VFAക്ക് ആണെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കറണ്ട് അഫെയർ അടക്കമുള്ള സംഭവങ്ങൾ, സെലക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫെയർസിൻ്റെ നോട്ട്സ് ആയിരിക്കും കിട്ടുക. ഒരിക്കലും ഞാൻ എന്താണ് നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കറണ്ട് അഫെയർസ് ഒരു എന്താണ് 10-200 ഷീറ്റിൽ അങ്ങനെ തന്നിട്ട് ഒരു സംഭവം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണാൻ സാധ്യതയില്ലാത്ത കറണ്ട് അഫെയർസ്, അതാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഒരു നമുക്ക് പഠനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാധ്യതയാവരുത്, ഒരു ബേർഡൻ ആവരുത് അല്ലേ. നമ്മൾക്ക് കുറേ കാണുമ്പോൾ നമ്മൾ ആ കൺഫ്യൂസ്ഡ് ആവും പല കാര്യങ്ങൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ, നിങ്ങൾ നോർമലി കാണുന്ന കറണ്ട് അഫെയർസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അറിയാത്ത കാര്യങ്ങളല്ലേ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന കറണ്ട് അഫെയർ ക്യാപ്സ്യൂൾ നോട്ടിൽ നിന്നൊക്കെ ഈ കഴിഞ്ഞ പേപ്പർ 3rd 4th ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഒബ്വിയസ് ആണ്, ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ SCRT ക്ലാസ്സുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ NCERTയുടെ നോട്ട്സ് നിങ്ങളെ കാണിച്ചല്ലോ. ജസ്റ്റ് ഞാനൊന്ന് ലാസ്റ്റ് മൊമെന്റിൽ തയ്യാറാക്കിയ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ഒരു 3-4 +2ന്റെ ചാപ്റ്റേഴ്സ് എടുത്തിട്ടാണ് ചെയ്തത്. ജോഗ്രഫി കൺസേൺ ആയിട്ട് അതിൽ നിന്നും ചോദിച്ചു.
അതിൽ നിന്ന് ഒരെണ്ണേ ഇപ്പോൾ ഫോർത്തിൽ ചോദിച്ചുള്ളൂ. കൂടുതലും ചോദിച്ചത് ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഫസ്റ്റിലത്തെ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡീപ്പാണ്. അത് നമുക്കൊരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കി തീരില്ല, അത്രത്തോളം കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ അല്ലാതെയുള്ള ചാപ്റ്റേഴ്സ് എന്നാണ് ചോദിച്ചത്. സോ എനിക്ക് ആ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്കും നല്ല രീതിയിൽ അത് ആൻസർ ചെയ്യാൻ പറ്റി ആ ഒരു ക്വസ്റ്റനൊക്കെ. അപ്പോൾ നമ്മൾക്ക് VFA സെറ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വൃന്ദാവൻ PSC വേൾഡ് ജോയിൻ ചെയ്യാം. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ VFA കൺസേൺഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സും മറ്റും ഒക്കെ ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ 10th പ്രിലിംസ് ഡിഗ്രി പ്രിലിംസിനൊക്കെ ഞാൻ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഏരിയാസ് ഞാൻ ഇടാട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കപ്പോൾ കുറച്ചും കൂടെ സെലക്റ്റീവായിട്ട് അത് ആദ്യം പഠിച്ച് തീർത്തിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയും ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മൾ കോർ പോർഷൻസ് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള കുട്ടി ഏരിയാസ് ഒക്കെ തരും. ഓക്കെ, അപ്പോൾ ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ഉടനെ ചെയ്യും. അതിന്റെ PDF ഒക്കെ നിങ്ങൾക്ക് VFAയുടെ അങ്ങനത്തെ അസോസിയേറ്റഡ് ഞാൻ സിംപ്ലി പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് എക്സാമിന് ഹെൽപ്ഫുൾ ആകുന്ന ടൈപ്പ് ഓഫ് PDF നോട്ട്സ് ഒക്കെ കിട്ടാൻ എൻ്റെ ഈ പറയുന്ന ടെലിഗ്രാം ചാനലിന്റെ ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്താൽ മതി. അതിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും VFA കൺസേൺഡ് ആയിട്ടുള്ളത് കേട്ടോ. അതിൽ സെപ്പറേറ്റ് ആയിട്ട് VFA എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ആക്സസ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടാത്ത പക്ഷം എനിക്ക് ഈ പറയുന്ന പോലെ ടെലിഗ്രാം ത്രൂ മെസ്സേജ് ചെയ്യാം, ഞാൻ അതിൻ്റെ ഇത് തരുന്നതായിരിക്കും. ഓക്കെ, എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ബാക്ക് ടു എക്സാം അല്ലേ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? 3rd 4th എഴുതിയവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. നിങ്ങൾക്ക് എത്ര മാർക്സ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയാം. ഉടനെ തന്നെ റിസൾട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇപ്പം മറ്റൊരു ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം നെക്സ്റ്റ് ഒരു ഇയറിൽ തന്നെ പെട്ടെന്ന് വരും ഇതിൻ്റെ കാര്യങ്ങളും മറ്റുള്ള പ്രൊസീജിയേഴ്സും ഒക്കെ പെട്ടെന്ന് നടക്കും. സോ ഇനി എഴുതുന്നവർ ശ്രദ്ധിച്ച് എഴുതാം. എനിക്ക് ഓൾ ടുഗദർ നല്ല സ്കോർ വരേണ്ടതായിരുന്നു. പക്ഷേ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ടൈമിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നോക്കിയിട്ട് ഇപ്പുറത്തേക്ക് കുത്തുമ്പോൾ ഒരു ചെറിയൊരു വര വേറൊരു ഓപ്ഷനിൽ വന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു മാർക്കൊക്കെ പോയത്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഓൾ ടുഗദർ നോക്കിയിട്ട് എനിക്ക് കിട്ടിയ മാർക്ക് 83 ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ അതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഈ ഒരു എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ അത് നോക്കിയിട്ട് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയാം. ഇനി നമുക്കറിയില്ല, പ്രൊവിഷണൽ കീയും ഫൈനൽ കീ ഒക്കെ വരുമ്പോൾ ഇതിന് മാറ്റം വരാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്താണെന്നുള്ളത്. ഇനിയുള്ളത് നമ്മുടെ ഈ പറയുന്ന ഇതിൻ്റെ മെയിൻസും പിന്നീട് VFA പോലുള്ള എക്സാമിൻ്റെ കാര്യമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇതുപോലെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വീഡിയോ ആയിട്ടാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ത്രൂ ഇതിലൂടെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ടൈമിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അത് എല്ലാം ചെയ്യുന്നതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരുമിച്ച് സെറ്റ് ആക്കി എടുക്കണം. VFA ആണെങ്കിലും LGS മെയിൻസ് കിട്ടുകയാണെങ്കിൽ അതും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് കിട്ടും എന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ നമ്മളുടെ ഡിഗ്രിയുടെ ഒക്കെ വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് നേടണം. അടുത്ത വർഷത്തിന് മുൻപ് നമ്മൾ ഏതെങ്കിലും ഒന്ന്, അടുത്ത വർഷത്തിന് മുമ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, അടുത്ത വർഷം വന്നെത്തിക്കഴിഞ്ഞു എന്തൊക്കെ ചെയ്താലും ജോലി കിട്ടുകയാണെങ്കിൽ തന്നെ അടുത്ത വർഷം കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇനി അങ്ങോട്ട് ദീർഘിപ്പിക്കാനില്ല, നമുക്ക് നേടിയേ പറ്റുള്ളൂ, നമ്മൾ നേടിയെടുത്തിരിക്കും. ഓക്കെ, സോ ഒരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാം. പിന്നെ അതിന് ഇന്ന് ഞാനപ്പോൾ ഉണ്ടായി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.